10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ദേവഭൂമിയിലൂടെ എന്ന് പറയുന്ന പ്രശസ്ത എഴുത്തുകാരനും സഞ്ചാരിയുമായ MK രാമചന്ദ്രൻ്റെ പുസ്തകത്തിലെ കുറച്ച് വരികളാണ് കൊടുത്തിരിക്കുന്നത്. പ്രകൃതിയെക്കുറിച്ചും പർവ്വത പ്രകൃതിയെക്കുറിച്ചും ഭൂപ്രകൃതി, മഞ്ഞുറഞ്ഞ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദികളെക്കുറിച്ചും സമതലങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ ഒരു വിവരണം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്. നമ്മുടെ ഭൂപ്രകൃതിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഇന്ത്യയുടെ സ്ഥാനം വെച്ച് തന്നെ തുടങ്ങാം. ഇന്ത്യയുടെ അക്ഷാംശം എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ്സ് വടക്ക് വരെയാണ്. രേഖാംശം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഇനി ഉപദ്വീപ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഉപദ്വീപ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൽ ഇന്ത്യ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഈ ഒരു താഴ്ഭാഗങ്ങളുണ്ടോ, ഒരു ചെറിയ തമിഴ്നാടിൻ്റെ ഭാഗം ഒരു വി പോലെയാണ് വരുന്നത്, ആ ഗുജറാത്ത് മുതൽ. അപ്പോൾ ആ ഭാഗം മുതൽ ഇപ്പുറം വരെ നമുക്ക് വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 3 ഭാഗവും അതുപോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തിന് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭാഗം നമ്മൾ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നു. അടുത്ത വിസ്തൃതമായ പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ, ദൈർഘ്യമേറിയ തീരസമതലങ്ങൾ, അനേകം ദ്വീപുകൾ. അത്ഭുതകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത്ഭുതകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നല്ലോ. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മൾ പറഞ്ഞു, ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇനി ഇന്ത്യ എന്ന രാജ്യവുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഇനി ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്നത് ശ്രീലങ്ക, ഇന്തോനേഷ്യ, മാലിദ്വീപ്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, നമുക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇന്ത്യയുടെ ഉത്തരപർവ്വത നിരകളാണ് ആ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്നത്. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യൻ കിഴക്കേ അതിർത്തി അരുണാചൽ പ്രദേശിൻ്റെ ആ ഭാഗം വരെ ഒരു വൻ മതിൽ പോലെ നിലകൊള്ളുന്ന ഈ പർവ്വത നിരകളെ നമ്മൾ പറയുന്ന പേരാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തിരിക്കാം. ഇനി പാമീർ പീഠഭൂമി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഈ ചാപ്റ്റർ പറയുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കതിനൊരു ധാരണ വേണം. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ അറിയുന്നത്. നമ്മൾ പറഞ്ഞു ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിര. അവയെ തന്നെ വീണ്ടും വേർതിരിച്ചിട്ടുണ്ട്. അതായത് ട്രാൻസ് ഹിമാലയത്തെ കാരക്കോറം, ലഡാക്ക്, സസ്കർ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ചിത്രത്തിൽ ഓരോന്നിനും ഓരോ ഇതിട്ടുണ്ട്. ABC 1 2 3. ഇവിടെ കണ്ടോ, വീണ്ടും 1 2 3 4. അപ്പോൾ ഇത് കിഴക്കൻ മലനിരകളാണ്. അപ്പോൾ ഓരോന്നും അങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇനി അതിൽ ഹിമാലയത്തിൽ വരുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകൾ പട്കായ് ബൂ, നാഗ കുന്നുകൾ, കാരോകാസി, ജയന്തിയ, മീസോ കുന്നുകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8661 മീറ്റർ ഉയരമുണ്ട്. സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഈ ട്രാൻസ് ഹിമാലയം മൊത്തത്തിൽ 6000 മീറ്ററാണ്. എന്നാൽ ട്രാൻസ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിന് 8661 മീറ്റർ ഉയരമുണ്ട്. അടുത്തത്
ഹിമാലയ. അതിന് മുന്നേ നമുക്കവിടെ ഒരു ഷോർട്ടായിട്ട് നമ്മുടെ എവറസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയ പർവ്വതത്തിന്. ഇത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം 8848 മീറ്ററാണ്. അടുത്ത ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കുകിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽപ്പെടുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതി ഉണ്ടായിരുന്ന ഉത്തരപർവ്വത നിര പിന്നെ അങ്ങോട്ട് പോകുന്തോറും ഏകദേശം അരുണാചൽ പ്രദേശിലെത്തുമ്പോൾ 150 കിലോമീറ്ററായിട്ട് മാറും. 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരമായ 3 പർവ്വതനിരകൾ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ സവിശേഷതകളൊക്കെ നമുക്കിനി പോയി നോക്കാം. അതിൽ ഒന്ന്, അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ആ 3 എണ്ണത്തിൻ്റെയും സവിശേഷതകളാണ് ഈ പറയുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. അതിൻ്റെ ശരാശരി ഉയരവും 6000 മീറ്ററാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥലം. അപ്പോൾ ഗംഗ, യമുന എന്ന് പറയുന്ന നദികളൊക്കെ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ്. അതുപോലെ 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. 8000 മീറ്റർ മുകളിലുള്ള ഒന്ന് കാഞ്ചൻജംഗയാണ്, പിന്നൊന്ന് നന്ദാദേവിയുണ്ട്. കാഞ്ചൻജംഗയുടെ നമ്മൾ പറഞ്ഞു 8661 മീറ്ററാണ്. നന്ദാദേവി എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാം. അടുത്ത ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകളുടെ തെക്കേ ചെരുവിലാണ്. അപ്പോൾ ഗംഗ, യമുന ഉത്ഭവിക്കുന്ന ഹിമാദ്രിയിൽ നിന്ന് ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ പിന്നെ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചലിലുമാണ്. ഇനി സിവാലിക്. ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 1220 മീറ്റർ. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിന് പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡ്യൂണുകൾ എന്ന് വിളിക്കുന്നു. അതിലൊന്നാണ് ഡെറാഡൂൺ. അപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ കണ്ടോ, നദികൾ ഒഴുകി വരുന്ന കണ്ടോ. ആ എസ് പോലെ കാണുന്നതിന് നമ്മൾ കൂടുതൽ മിയാൻഡറിങ് എന്നാണ് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. അമ്പരചുംബരികളായ പർവ്വതങ്ങൾക്കിരുവശമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും ഈ പാതകൾക്ക് പങ്ക് ചെറുതൊന്നുമില്ല. ലിബു ലേക്ക് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില ശ്രീനഗർ കാർഗിൽ, നാഥുല സിക്കിം, ടിബറ്റ്. ഇനി അടുത്ത ഭൂപ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സസ്യജാലങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങൾ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങൾ ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിനു മുകളിലേക്ക് ഉള്ള ഉയരങ്ങൾ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു. ഇനി ഹിമവാന്റെ ജനനം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഈ വൻകര വിസ്ഥാപനത്തിൽ നന്നായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ ഉയർന്നു വന്നു. ഇവ അങ്ങനെ ഉയർന്നാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത്. ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനമാണ്. ഇപ്പോൾ ഇതിനെ ഊന്നിക്കൊണ്ട് കുറച്ച് ഫോസിലുകളാണ് നമുക്ക് തെളിവുകളായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ആസ്തനോസ്ഫിയറിൽ നിന്നാണ് ഇത് വന്നത്. അത് ഉയർന്നങ്ങ് മുകളിലേക്ക് വരികയാണ് ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി ഇവിടെയാണ്. ഈ പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകളുണ്ട്. ഉത്തരപർവ്വത മേഖലയിലുടനീളം പൊതുവെ ഫലപുഷ്ടി കൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത്. ഹിമവാന്റെ മടിത്തട്ടിൽ നിന്നുള്ള ഒരു നോക്കണം. മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിച്ചിരുന്ന ഒരു ജീവിതമാർഗം. ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയാണ് സിവാലിക്കിൻ്റെ താഴ്വര മേഖല. അവിടെ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് ഇവ കൂടാതെ നമ്മൾ ആപ്പിളും ഓറഞ്ചും ഒക്കെ
കൃഷി ചെയ്യുന്നുണ്ട്. മാത്രമല്ല പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആസാം മലനിരകളിലാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഇത്തരം പർവ്വത മേഖലകളെ വിനോദസഞ്ചാരികളുടെ പറദീസയാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഈ ഭാഗത്താണുള്ളത്. ഇനി പർവ്വത മേഖലയുടെ പ്രാധാന്യം. ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് നമ്മുടെ ജനജീവിതവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതുപോലെ നമ്മുടെ കാലാവസ്ഥയും ഇത് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമ്മളെ സംരക്ഷിച്ചു പോകുന്ന ഈ ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. ശൈത്യകാലത്ത് വടക്കു നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. നദികളുടെ ഉത്ഭവ പ്രദേശവും മിക്കവാറും ഉത്തരപർവ്വത മേഖലയിലാണ്. നമ്മുടെ ഗംഗയുടെ ഉത്ഭവ സ്ഥാനമാണ് ഗോമുഖ് ഗുഹ. അതാണ് ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന് മാനസരോവർ തടാകം, ആസാമിലെ ഒരു തേയിലത്തോട്ടം. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. താഴ്വരകളിലെ ധാരാളമായ മഴയും ഈ നദികളെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നമ്മുടെ ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിലെ ജമുന എന്നും ടിബറ്റിൽ സാങ്പോ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഇന്ത്യയുടെ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഇത് എങ്ങോട്ട് ഒഴുകുന്നു, എവിടേക്ക് പോകുന്നു, എവിടെ പതിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഏകദേശ ചിത്രം. നമുക്കത് ടേബിളാക്കിയിട്ട് അടുത്ത പേജിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവരുടെയൊക്കെ കൈവഴികളും മറ്റുള്ള നദികളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഗംഗോത്രി, ഈ ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗാ നദി വരുന്നുണ്ട്. ഗംഗ ഇങ്ങനെ വന്ന് ഇതെവിടെ യമുനയായിട്ട് ചേർന്ന് അത് പിന്നെ ഒരു ഗോമതി എന്ന് പറയുന്ന നദി, ഘാഗ്ര വന്നു, ഖണ്ഡക് വന്നു, സോൺ നദി വന്നു ചേർന്നു, പിന്നെ കോസി ഇവിടെ വന്ന് വീണ്ടും ഗംഗ ബംഗ്ലാദേശിലേക്ക് വീണ്ടും രണ്ട് കൈവഴിയായിട്ടൊക്കെ തിരിഞ്ഞ് ബംഗാൾ ഉൾക്കടലിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് അടുത്തതിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ആണെന്ന്. ഇനി ഓരോന്നിൻ്റെ ഉത്ഭവസ്ഥാനവും നീളവും പോഷകനദികളും ഒക്കെ നോക്കാം. സിന്ധു ടിബറ്റിലെ മാനസരോവറിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഏകദേശം 2880 കിലോമീറ്റർ ഈ നദിയുടെ നീളം എന്ന് പറയുന്നത്. അതിൽ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ഇതിൻ്റെ പോഷക നദികൾ ചലം, ചിനാബ്, രബി, ബിയാർ, സത്ലജ് അങ്ങനെയാണ്. സിന്ധു നദി ഒഴുകുന്നത് ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് വഴിയാണ്. എന്നിട്ടിത് അറബിക്കടലിൽ പതിക്കുന്നു. ഇനിയത് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. 2500 കിലോമീറ്റർ നീളമാണുള്ളത്. യമുന, ഘാഗ്ര, ഗോമതി, ഖണ്ഡക്, കോസി, സോൺ ഇതെല്ലാം ഇതിൻ്റെ പോഷക നദികളാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഉത്തരാഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അതുപോലെ ബ്രഹ്മപുത്ര നദി ടിബറ്റിലെ ചമയങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ, ഇന്ത്യയിലൂടെ 725 കിലോമീറ്റർ മാത്രം. തീസ്ത, മാനസ്, ലോഹിത്, സുബൻസിരിയാണ് പോഷക നദികളും. ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ആസാം, സിക്കിം എന്നിവയിലൂടെ ഒഴുകുന്നു. ഇതും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇനി നമ്മുടെ സമതലങ്ങളിലൂടെ 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ഫലഭൂയിഷ്ഠവുമായ ഭൂഭാഗമാണ് ഉത്തര മഹാസമതലം. അപ്പോൾ ആ 7 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആസാം, ഹരിയാന. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു. ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടായ ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് ഇത് പൊതുവെ അറിയപ്പെടുന്നു. ഇവിടെ വളരെയധികം ഫലഭൂയിഷ്ടിയുള്ള എക്കൽ മണ്ണാണ് ഈ സമതലത്തിൻ്റെ സവിശേഷത. ഇനി ഇന്ത്യയിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്ന മറ്റ് പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന്.
പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബ്രഹ്മപുത്ര താഴ്വര, ഒറീസ, ഉപദ്വീപ് ഇന്ത്യയുടെ തീരപ്രദേശം ഇവിടെയെല്ലാം നമ്മൾ എക്കൽ മണ്ണ് കാണപ്പെടാറുണ്ട്. ഇനി ഉത്തരമഹാസമതലം ഏതെല്ലാം ഭൂവിഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരപർവ്വത മേഖലയ്ക്ക് ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലായിട്ടാണ് ഉത്തരമഹാസമതലം സ്ഥിതി ചെയ്യുന്നത്. നദികൾ മെനഞ്ഞ സമതലം. അപ്പോൾ ഈ നദികൾ വന്ന് നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരമഹാസമതലത്തെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമതലത്തിൻ്റെ പേരും ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികളും നോക്കാം. പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും ഉണ്ടാക്കിയതാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ബഹാർ സമതലങ്ങൾ ലൂണി, സരസ്വതി നദികൾ. ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും. ഇന്ത്യയുടെ ധാന്യപുരം. ഉത്തരമഹാസമതലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. നെല്ല്, ചോളം, ഗോതമ്പ്, പരുത്തി, പയറുവർഗ്ഗം അങ്ങനെ പോകും. ഇന്ത്യയുടെ ധാന്യപുരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിലൊന്നാണ് ഉത്തരമഹാസമതലം. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതൽ ഉത്തരമഹാസമതലം എന്ന ഭൂപ്രകൃതി വിഭാഗത്തിലാണ്. എന്തുകൊണ്ട്? നിരപ്പായ ഭൂപ്രദേശമായതുകൊണ്ടാണ് റെയിൽ, റോഡ് ശൃംഖലകൾ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. വർഷം മുഴുവൻ ധാരാളം ജലം ലഭിക്കുന്ന നദികൾ ഒഴുകുന്നതിൽ കനാൽ ശൃംഖലകളും വികാസം പ്രാപിച്ചിരിക്കുന്നു. ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്. ഈ മരുഭൂമിക്ക് ഥാർ എന്നാണ് പേര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ജയ്സാൽമീർ. ഈ പ്രദേശവും ഈ മരുഭൂമിയിലാണ്. പണ്ട് ലൂണി, സരസ്വതി നദിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിരുന്നു. ഇന്ന് അവയൊക്കെ മൺമറഞ്ഞു. ഈ പ്രദേശത്ത് ജനവാസം വളരെ കുറവാണ്. എന്തുകൊണ്ട്? രാജസ്ഥാൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമികളാണ്. മാത്രമല്ല ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മരുഭൂമി മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ. രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിലും കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസത്തിൽ ലഭിക്കുന്നു എന്ന് ഓർക്കണം. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ബജ്ര, ജോവർ എന്നിവയാണ്. ജലം വളരെ കുറച്ച് മതി. അപ്പോൾ ആ മിതമായ അളവിൽ ജലം വേണ്ടുന്നതുകൊണ്ടാണ് അത് അവിടെ മുഖ്യമായ കൃഷിയായി മാറിയത്. സിന്ധു നദി അതിൻ്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം. ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ് പ്രധാന വിളകൾ. ഉപദ്വീപീയ പീഠഭൂമി. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നു. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. ഇനി ഇതിൽ ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമി അതിൽ ഉൾപ്പെടുന്ന പ്രദേശം മാൾവ പീഠഭൂമി, വിന്ധ്യ നിരകൾ, സാത്പുര, ഛോട്ടാ നാഗ്പൂർ, ഡെക്കാൻ പീഠഭൂമി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, കച്ച്, അങ്ങനെ കുറേ പ്രദേശങ്ങൾ, കത്തിയവാർ, ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് മാപ്പിൽ കൃത്യമായിട്ട്. അത് പേജ് നമ്പർ 121 ആണ് ടെക്സ്റ്റിൽ. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതികമായ സവിശേഷതകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകണം. ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ ആനമുടി 2695 മീറ്ററാണ്. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു ഭൂവിഭാഗത്തിൻ്റെ പ്രത്യേകതകളാണ്. വിവിധതരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങളുള്ളത് ഈ മേഖലയെ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നുകൂടി വിളിക്കുന്നു. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. തേക്ക്, സാൽ, ചന്ദനം, മുള തുടങ്ങിയ ധാരാളം ചെടികളും ഇവിടെ കാണപ്പെടുന്നു. ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ പടിഞ്ഞാറൻ ചരിവുകളാണെങ്കിൽ ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമായ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകി പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായിരുന്നു. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമാണ്. ഈ പീഠഭൂമി വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നു. താരതമ്യേന ഫലപുഷ്ടി കുറവായ ഈ മണ്ണിൻ്റെ ഇരുമ്പിൻ്റെ അംശം ഇതിന് ചുവപ്പ് നിറം നൽകുന്നു. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ
ലാറ്ററൈറ്റ് മണ്ണും രൂപപ്പെടുന്നു. ഇനി ഉപദ്വീപീയ പീഠഭൂമി അനേകം നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നദിയിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. ഇനി ഇവിടെ ഉപദ്വീപീയ നദികളുടെ ഒഴുകുന്ന ദിശയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചു. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും കിഴക്കോട്ട് ഒഴുകും. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദ, താപ്തി, ലൂണി, കിഴക്കോട്ട് ഒഴുകുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഉപദ്വീപീയ നദികൾ ചിലത് ഗംഗ, യമുന എന്നീ ഹിമാലയ നദികളുടെ പോഷക നദികളാണ്. ഇപ്പോൾ ഗംഗയുടെ പോഷക നദിയാണ് സോൺ, യമുന, ചമ്പൽ, ബേട്ടുവ, കെൻ. ഇനി നീളം, ഉത്ഭവം, പോഷക നദികൾ ഇപ്പം ഇതെല്ലാം ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉപദ്വീപീയ നദികളുടെ അവയുടെ നമുക്കൊന്ന് നോക്കി നോക്കാം. മഹാനദി മൈക്കല നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 857 കിലോമീറ്റർ. ഇബ്-ടെൽ അതാണ് പ്രധാന പോഷക നദികൾ. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. ചെന്ന് ചേരുന്നത് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടലിൽ. ഗോദാവരി ഉത്ഭവം പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല. 1465 കിലോമീറ്റർ. ഇന്ദ്രാവതി, ശബരിയാണ് പ്രധാന പോഷക നദികൾ. മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. അടുത്ത കൃഷ്ണ നദി ഉത്ഭവം പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. 1400 കിലോമീറ്റർ. പ്രധാന പോഷക നദികൾ ഭീമ, തുംഗഭദ്ര. സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ചെന്നു ചേരുന്ന സംസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഈ കാവേരി നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ, കർണാടകം. 800 കിലോമീറ്റർ. കബനി, അമരാവതി, കർണാടക, തമിഴ്നാട്, ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്നു. നർമ്മദ മൈക്കല മലനിരകൾ, ഛത്തീസ്ഗഡിലെ. 1312 കിലോമീറ്റർ. ഹിരൺ ബെഞ്ചൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അറബിക്കടൽ ചെന്നു ചേരുന്നു. താപ്തി മുൻതായ് പീഠഭൂമി, മധ്യപ്രദേശിലെ ബൈത്തോൽ ജില്ല. 724 കിലോമീറ്റർ. അനർഗർന മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. അറബിക്കടലിൽ പതിക്കുന്നു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. കർണാടകയിലെ ശരാവതി നദിയിലുള്ള ജോഗ് വെള്ളച്ചാട്ടം, അതായത് ജോഗ് ഫാൾസ്, 225 മീറ്ററാണ് ഇവയിൽ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. മിക്ക ഉപദ്വീപീയ നദികളും വെള്ളച്ചാട്ടം സൃഷ്ടിച്ചുകൊണ്ടാണ് സമതലത്തിലേക്ക് കിടക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? അതൊരു ചോദ്യമാണ്. ഉപദ്വീപീയ നദികൾ പീഠഭൂമികളിലെ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്ന അവ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നു. ഇനി ഹിമാലയൻ നദികളുടെയും ഉപദ്വീപീയ നദികളുടെയും കമ്പയർ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഹിമാലയൻ നദികൾ. അവയ്ക്ക് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്. അപരദന തീവ്രത കൂടുതലായിരിക്കും. പർവ്വത മേഖലയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകും. വളഞ്ഞു പുളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്സാക് രീതി, അതിനെയാണ് ഓക്സ്ബോ എന്നൊക്കെ പറയുന്നത്. ഓക്സ്ബോ രീതിയിലൊക്കെ ഒഴുകും. ഉയർന്ന ജലസേചന ശേഷിയാണ്. സമതല പ്രദേശങ്ങൾ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഉപദ്വീപീയ നദികൾ. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അപരദന തീവ്രതയും താരതമ്യേന കുറവാണ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. കുറഞ്ഞ ജലസേചന ശേഷിയാണ്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയും കുറവാണ്. ഇന്ത്യയിലെ പ്രധാന നദീതീര നഗരങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ നദീതീരങ്ങളിലാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ന്യൂഡൽഹിയും യമുനയും തന്നിട്ടുണ്ട്. ആഗ്രയും യമുനയാണ്. ഇനി ഇവിടെ കുറേ അതായത് സ്ഥലങ്ങളുടെ പേര് കൊടുത്ത് അത് ഏതൊക്കെ നദിയിലാണ്. ന്യൂഡൽഹി യമുന, ആഗ്ര യമുന, ദേവപ്രയാഗ് ഗംഗ, വാരണാസി ഗംഗ, അലഹാബാദ് ഗംഗ, പാറ്റ്ന ഗംഗ, ഗുവാഹത്തി ബ്രഹ്മപുത്ര, കൊൽക്കത്ത ഹൂഗ്ലി, ലുധിയാന സത്ലജ്, ശ്രീനഗർ ഝലം, അഹമ്മദാബാദ് സബർമതി, സൂറത്ത് താപ്തി, വിജയവാഡ കൃഷ്ണ, തിരുച്ചിറപ്പള്ളി കാവേരി, തഞ്ചാവൂർ കാവേരി, കുടക് കാവേരി. പീഠഭൂമിയിലെ പ്രധാനമായ കൃഷി എന്ന് പറഞ്ഞാൽ പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പ്രധാന കാർഷിക വിള. ഇനി ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ധാതു വിഭവങ്ങൾ. കൃഷി അധിഷ്ഠിത വ്യവസായം, ധാതു അധിഷ്ഠിത വ്യവസായമുണ്ട്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഒരു തീരപ്രദേശം. അതിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയുടെ
തീരസമതലം എന്ന് പറയുന്നത്, ഈ തീരസമതലത്തെ രണ്ടായി തിരിക്കാം. പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും. അപ്പോൾ അവർക്ക് കുറച്ച് പ്രത്യേകതകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമുദ്രം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണുള്ളത്. താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ തീരസമതലങ്ങൾ ഇങ്ങനെ മൂന്നായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റകൾ രൂപപ്പെടുന്നില്ല. ഈ കിഴക്കൻ തീരസമുദ്രം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ. വീതി താരതമ്യേന കൂടുതലാണ്. കോറമണ്ടലും വടക്കൻ സിർക്കാർ തീരസമതലവും ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലും അഴിമുഖങ്ങളും കുറവാണ്. തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിൻ്റെ സാധ്യതയുണ്ട്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. കിഴക്കൻ തീരപ്രദേശത്ത് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നു. എന്നാൽ പടിഞ്ഞാറൻ തീരത്ത് ഡെൽറ്റകൾ രൂപപ്പെടുന്നില്ല. എന്തായിരിക്കാം കാരണം? പടിഞ്ഞാറൻ തീരത്തേക്ക് ഒഴുകി വരുന്ന നദികൾ മിക്കവയും ഒഴുകിയെത്തുന്നത് കായലിലേക്കാണ്. പടിഞ്ഞാറൻ തീരത്തെ കടലിന് ആഴം കൂടുതലുമാണ്. ഇതുകൊണ്ടെല്ലാം ആണ് പടിഞ്ഞാറൻ തീരസമതലം ഡെൽറ്റകൾ രൂപം കൊള്ളാത്തത്. തീരസമതലങ്ങളിലെ ജീവിതം. കിഴക്കൻ തീരസമതലങ്ങളിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി എന്നീ നദികൾ വ്യാപകമായി നെൽകൃഷിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാന കാർഷിക വിള എന്ന നെല്ലും തെങ്ങുമാണ്. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാൽ നമുക്ക് ലക്ഷദ്വീപിലെത്താം. 36 ദ്വീപുകളാണ് അറബിക്കടലിലെ ഈ ദ്വീപസമൂഹത്തിലുള്ളത്. ഇവയിൽ ഏകദേശം 11 ദ്വീപുകൾ മാത്രമേ ജനവാസമുള്ളൂ. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ലഗൂണുകളും മണൽ തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത. കൃഷി നാമമാത്രമായിട്ടാണ് ഇവിടെ ഉള്ളത്. മത്സ്യബന്ധനവും വിനോദസഞ്ചാരമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമുണ്ട്. അതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും അടങ്ങുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഇവയിൽ ഭൂരിഭാഗം ദ്വീപുകളും ജനവാസമില്ല. മിക്കവയും നിബിഡ വനങ്ങളാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ബാരൻ ദ്വീപുള്ളത് ഈ ദ്വീപ സമൂഹത്തിലാണ്. പോർട്ട് ബ്ലെയറാണ് ഇതിൻ്റെ തലസ്ഥാനം. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായി ഇന്ദിര പോയിന്റ് ഇന്ത്യയുടെ പ്രധാന തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് ഇന്ത്യയെ തിരിക്കാമെന്ന് നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുന്നത്, ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം, സമുദ്രനിരപ്പിൽ നിന്നുള്ള അകലം, ഹിമാലയ പർവ്വത നിര, കാറ്റ്, ഇതെല്ലാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഈ ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവെ 4ആയിട്ട് തിരിക്കുക. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കും പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ അടുത്തത് മൺസൂണിൻ്റെ വിടവാങ്ങൽ കാലം, പിൻവാങ്ങൽ കാലം. അതിനെ നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് ശൈത്യകാലമാണ്. അത് കഴിഞ്ഞ് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം കൂടുതലായി അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ കാലയളവ് ഇന്ത്യ പല ഭാഗത്തും കനത്ത മൂടൽമഞ്ഞ്, ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യം അനുഭവപ്പെടുന്നത്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ജനുവരിയിൽ ഇന്ത്യയിൽ വ്യത്യസ്ത പ്രദേശം അനുഭവപ്പെടുന്ന ശരാശരി പകൽ ചൂടിൻ്റെ അളവാണ് ഈ ഒരു ഭൂപടത്തിൽ നൽകിയിരിക്കുന്നത്. കുറച്ച് വാല്യൂസ് ഇട്ടിട്ടുണ്ട്. താപനില പരിശോധിച്ച് താപവ്യതിയാനത്തിൻ്റെ ക്രമമൊക്കെ കണ്ടെത്താനാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ 26.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. കർണാടകയിലാകുമ്പോൾ 21 ഡിഗ്രി, ആന്ധ്രയിലാകുമ്പോൾ 24 ഡിഗ്രി, ഗുജറാത്തിലാകുമ്പോൾ 20 ഡിഗ്രി, ഉത്തർപ്രദേശിലാകുമ്പോൾ 13 ഡിഗ്രി. അങ്ങനെ ഓരോരുത്തരും വ്യത്യാസമുണ്ട്. താപനില തെക്ക് നിന്ന് വടക്കോട്ട് കുറഞ്ഞു വരുന്ന, അതായത് വടക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞാണ് വരുന്നത്. സമുദ്രത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, കേരളമൊക്കെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്നത്, അവർക്ക് ഉയർന്ന താപനിലയാണ്. അപ്പം എന്തുകൊണ്ടാണിതെന്ന്? ഈ കാലയളവിൽ സമുദ്രത്തോട് അടുത്താണ് സൂര്യൻ്റെ സ്ഥാനം. ഈ സമയത്ത് സമുദ്രത്തിൽ നിന്ന് ചൂടുള്ള കാറ്റ് തീരപ്രദേശത്തേക്ക് വീശുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങൾ താപനില ഉയർന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കാരണം. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാല ശൈത്യവും അനുഭവപ്പെടുന്നു. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങൾ ഇക്കാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്.
ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ഇനി അടുത്തത് ഉഷ്ണകാലം. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉഷ്ണകാലത്തെ ചിത്രങ്ങളാണിവ. മെയ് മാസത്തിലെ ഉഷ്ണത്തിൻ്റെ താപവിതരണം ആണ് നമ്മുടെ ഈ ഒരു ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടെന്നാണ്? സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇതുമൂലം താപനില തെക്ക് നിന്ന് വടക്കോട്ട് കൂടി വരുന്നു. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗമായ ബാമർ എന്ന സ്ഥലത്താണ്. ഇക്കാലയളവിൽ വീശുന്ന ചില പ്രാദേശിക വാതകങ്ങളാണ് ലൂ, മാംഗോ ഷവേഴ്സ്, കൽബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കൽബൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. അടുത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. അപ്പോൾ ആ കാറ്റിൻ്റെ ഒരു ദിശയാണ് നമ്മുടെ ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യയുടെ പകുതിയിലേക്ക് അത് വീശി കയറുകയാണ്. ഇതൊരു കൃത്യമായ സ്കെയിലിൽ കൊടുത്തിരിക്കുന്ന മാപ്പല്ല. ഇനി തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതിയാണ്. അപ്പോൾ ഈ കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അനുഭവപ്പെടുന്നത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇത് തെക്കുനിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാകുന്നു. കോറിയോലിസിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ജൂൺ, ജൂലൈ മാസത്തിലെ കേരളത്തിലെ ഒരു പ്രകൃതിയുടെ വിളയാട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മഴക്കാലം, ഒരു മൺസൂൺ മഴക്കാലം. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി കാരണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് രണ്ട് ശാഖകളായി പിരിഞ്ഞാണ് കരയിലേക്ക് പ്രയോഗിക്കുന്നത്. ഒന്ന് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. അതായത് ഈ ഒരു ഇതിൽ കണ്ടോ, രണ്ട് സൈഡിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിന്, ഒന്ന് ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തുനിന്ന്, ഒന്ന് അറബിക്കടലിൻ്റെ ഭാഗത്ത്. ആ ഒരു ഇതാണ് ഇതിൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ജൂൺ ആരംഭത്തോടെ കേരളത്തിലെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായ മഴ നൽകുന്നു. തുടർന്ന് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെ കനത്ത മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ ഇക്കാലത്ത് മഴ വളരെ കുറവാണ്. കാരണം എന്തായിരിക്കും? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കനത്ത മഴ നൽകുന്നു. എന്നാൽ ഈ കാറ്റ് പശ്ചിമഘട്ടത്തിൻ്റെ മറുവശത്ത്, അതായത് കിഴക്കൻ ചരിവിൽ എത്തുമ്പോഴേക്ക് നീരാവി രഹിതമായി തീരുന്നതിനാൽ അവിടെ മഴ കുറയുന്നു. ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇടവപ്പാതി അഥവാ കാലവർഷം. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നേറുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാൾ പ്രവേശിക്കുകയും രണ്ടായി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു. അവിടെയും നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വൻതോതിലുള്ള മഴയിൽ കിഴക്കൻ മലനിരകളുടെ പ്രസക്തി എന്ത്? ബംഗാൾ ഉൾക്കടൽ ശാഖ പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും രണ്ടായി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമൂഹത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തുന്നതും കാറ്റുകളെ ഖാസി, ഖാരോ കുന്നുകൾ ഉൾപ്പെടുന്ന കിഴക്കൻ മലനിരകൾ തടയുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വൻതോതിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. പഞ്ചാബ് സമതലത്തിൽ വെച്ച അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിൽ കനത്ത മഴ നൽകുന്നു. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം.
സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദമായതിനാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. അതാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതിനാൽ ഇത് ഇന്ത്യയിൽ പൊതുവെ മഴയുണ്ടാക്കുന്നില്ല. വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വെച്ചു ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാകുന്നു. ഈ പ്രതിഭാസം ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് വടക്കു കിഴക്ക് തെക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിന് ഇന്ത്യയുടെ കോറമണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതാണ് തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം. കേരളം, കർണാടകത്തിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വടക്കു കിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം എന്തു പേരിൽ അറിയപ്പെടും? തുലാവർഷം. അതുപോലെ 100 സെൻറ്റിമീറ്റർ മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശം കേരളം, മേഘാലയ, ത്രിപുര, ആസാം. 60 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കാശ്മീർ. മഴയുടെ വിതരണത്തിലുള്ള ഈ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം എന്തല്ല? ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, വൻതോതിൽ സമുദ്ര സാമീപ്യം, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ സ്ഥാനം, കാറ്റിൻ്റെ ദിശ, ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി. ഇതിൽ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്രധാനമായും കാണപ്പെടുന്ന ശില ആഗ്നേയശില അഥവാ ബസാൾട്ട്. ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വം ബാരൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിൽ. വേറൊരു ചാപ്റ്ററുമായിട്ട് കാണുന്നവരെ താങ്ക് യു.